ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു മുട്ട റോസ്റ്റുമായിട്ടാണ്. ഒരു നാടൻ മുട്ട റോസ്റ്റ് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ പത്തിരിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു നാടൻ മുട്ട റോസ്റ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം നാടൻ മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും ഒരു 3 സവാള, വലിയ സവാള അരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത്. എരിവ് കുറവാണെങ്കിൽ 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്കൊരു 1/2 ചെറിയ സ്പൂൺ ഗരം മസാല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, അതിട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് വരണം. ഇതിലേക്ക് ഇപ്പം വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് കറിവേപ്പിലയാണ് മല്ലിയിലേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ പാകത്തിന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഞാൻ ഒന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇതൊന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാൻ പക്ഷേ ഒന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. അതിന് മുമ്പേ നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിതിലേക്ക് ഒന്നും കൂടി കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മധുരം കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും അതിടണം, ഷുഗറും കൂടെ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നാടൻ മുട്ട റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിതിലേക്ക് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മല്ലിയിലൊന്നും ഇടുന്നില്ല, കാരണം ഇത് നാടൻ കറിയാണല്ലോ. അതുകൊണ്ട് കറിവേപ്പിലയുടെ ടേസ്റ്റാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.